മധു മുല്ലശ്ശേരി ബി.ജെ.പിയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ബി.ജെ.പിയിലെ പ്രാദേശിക നേതാക്കൾ എത്തിയിട്ടുണ്ട്. അവരുമായി സംസാരിക്കാൻ പോവുകയാണ്. അതിനുശേഷമായിരിക്കും വാർത്താ സമ്മേളനം. ആർ ശ്രീജിത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, CPIM നടപടി എടുത്തിരിക്കുന്നു. മധു മുല്ലശ്ശേരിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. പാർട്ടിയിലെ ജില്ലാ നേതൃത്വത്തിനെതിരെ കലാപക്കൊടി ഉയർത്തി പാർട്ടി വിടുകയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ഇതിന് ശേഷമുള്ള നടപടി കൊണ്ട് എന്താണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്? ഗോപികൃഷ്ണൻ മുല്ലശ്ശേരി മധുവിനെതിരെ ഇപ്പോൾ തിടുക്കപ്പെട്ട നടപടിയെടുത്തതിന് കാരണം മധുവിനൊപ്പം മറ്റാരെങ്കിലും കൂടി പാർട്ടി വിടുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. മധുവിനെ അനുകൂലിച്ച് നേരത്തെ ഗോപികൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട വാർത്താവതരണ വേളയിൽ പറഞ്ഞ പോലെ മധുവിന് അനുകൂലമായി ഏരിയ കമ്മിറ്റിയിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ അഞ്ച് പേർ വോട്ട് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ മകൻ കൂടി ലോക്കൽ കമ്മിറ്റി അംഗമാണ്, അവിടെ മംഗലപുരം ഏരിയ കീഴിലുള്ള ലോക്കൽ കമ്മിറ്റിയിലെ അംഗമാണ്. അപ്പോൾ പാർട്ടിയിൽ നിന്ന് ഒരു വലിയ വിഭാഗം മധുവിനെ അനുഗമിച്ച് പുറത്തേക്ക് പോകുന്ന തടയുന്നതിന് വേണ്ടിയാണ് മധുവിനെതിരെ ശക്തമായൊരു നടപടി ഇപ്പോൾ തന്നെ എടുത്തത്. മാത്രമല്ല, മധു കൂടുതൽ ആരോപണങ്ങൾ നടത്തിയാൽ അത് പാർട്ടി നേതൃത്വത്തിനെതിരെ മറ്റും ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നാൽ അതിനെ തടയിടുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ എടുക്കപ്പെട്ട് ഈ നടപടി എടുത്തത്. എന്നാൽ ജില്ലാ നേതൃത്വം ഇന്നലെ പോത്തൻകോട് പൊതുസമ്മേളനത്തിൽ പറഞ്ഞത് മധു മുല്ലശ്ശേരി ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ്. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട ജില്ലാ സെക്രട്ടറി വി ജോയി നിയമ നടപടിയുടെ കാര്യത്തിൽ അത്രയും കടുപ്പിക്കുന്നില്ല, അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യങ്ങൾ ചില മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്ന മട്ടിലുള്ള പ്രതികരണമാണ് വി ജോയി ഇന്ന് നടത്തിയത്. എന്തായാലും മധു മുല്ലശ്ശേരിയെ പുറത്താക്കിയതിലൂടെ അവിടെ നിന്നുള്ള മറ്റ് പാർട്ടി പ്രവർത്തകരുടെ ഒഴുക്ക് തടയുകയാണ് ലക്ഷ്യം. BJPയുമായി നേരത്തെ തന്നെ മധു മുല്ലശ്ശേരി ചർച്ച നടത്തിയിരുന്നു എന്ന ആരോപണം CPM ജില്ലാ നേതൃത്വം ഇന്നലെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. മധു മുല്ലശ്ശേരിയുടെ ഫ്ളാറ്റിൻ്റെ ഹൗസ് വാമിംഗ് ചടങ്ങുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ BJPയുടെ സംസ്ഥാന നേതാക്കളുടെ അടക്കം പങ്കെടുത്തു എന്ന വിവരം പാർട്ടിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ BJPയുമായി നടത്തിയ ആശയവിനിമയത്തിൻ്റെ തുടർച്ചയാണ് ഏരിയ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോക്കും ഇപ്പോൾ BJPക്കുള്ള പ്രവേശനമെന്നാണ് CPM നേതാക്കൾ ആരോപിക്കുന്നത്. കാര്യം കൂടി, അതായത് വി ജോയി പറഞ്ഞത് മുല്ലശ്ശേരി മധുവിന്റെ മകനടക്കം ആരും ഒപ്പം പോകില്ല എന്നാണ്. എന്ത് ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്? ഇന്നലെയാണ് വി ജോയിയുടെ ഈ പ്രതികരണം ഉണ്ടായത്. മധു മുല്ലശ്ശേരിയുടെ മകൻ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഈ സജീവമായി പാർട്ടി പ്രവർത്തനത്തിലുണ്ട്. ഈ മംഗലപുരം ഏരിയ സമ്മേളനത്തിലടക്കം അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു, മകൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. എന്നാൽ മധു ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം പൊതുസമ്മേളനത്തിലും മറ്റും ഈ മകൻ പങ്കെടുത്തില്ല എന്നാണ് പാർട്ടി പ്രവർത്തകർ പറയുന്നത്. എന്നാൽ ജില്ലാ നേതൃത്വം അത് സ്ഥിരീകരിക്കുന്നില്ല. എന്തായാലും ഇന്ന് രാവിലെയും മധുവും മകനും ഒന്നിച്ചാണ് വീട്ടിൽ നിന്ന് പുറത്തേക്കൊക്കെ പോയതും മറ്റും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മധുവും ഉറപ്പിച്ച് പറയുന്നു മകൻ തന്നൊപ്പം, മകനും മറ്റു പാർട്ടി നേതാക്കളും തനിക്കൊപ്പം BJPയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്കോ പോയാൽ ഒപ്പം വരും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് മധുവുമുള്ളത്. ഈ മകൻ്റെ കാര്യത്തിൽ മകൻ അവിടെ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു. DYFI രംഗത്തുമൊക്കെ തന്നെ ആളുകളുമായി നല്ല ബന്ധവുമുണ്ടായിരുന്നു. ഈ ബന്ധത്തിൻ്റെ മറ്റും അടിസ്ഥാനത്തിലാകണം പാർട്ടിയുടെ ജില്ലാ നേതൃത്വം മകൻ പോകില്ല എന്ന് പറയാൻ കാരണം. എന്നാൽ ഇന്ന് നേതൃത്വം അക്കാര്യത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ല. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. വിജയകുമാർ, ഇനി നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? നമ്മൾ ഇപ്പോൾ സലീം മാലിക് ആ വീട്ടിലുണ്ട്, മധു മുല്ലശ്ശേരിയുടെ വീട്ടിലുണ്ട്. അവിടെ BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് PV രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം മധു വാർത്താ സമ്മേളനം നടത്താൻ പോവുകയാണ്. BJPയിലേക്ക് പോകുമെന്ന കാര്യം ഔദ്യോഗികമായി മധു മുല്ലശ്ശേരി പറയും. സലീം മാലിക് ആ വീട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സലീമ, PV രാജേഷും മറ്റ് പ്രാദേശിക നേതാക്കളും അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലെ കൗതുകം എന്നത് CPMൽ നിന്ന് ആരൊക്കെ പോകും, മധുവിനൊപ്പം ഉണ്ടാകുമെന്നതാണ്. അപ്പോൾ നേരത്തെ ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ, സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മധുവിനെ പിന്തുണച്ച അംഗങ്ങളുണ്ടല്ലോ, അവർ ഈ ഘട്ടത്തിൽ മധുവിനൊപ്പം ഞങ്ങളും BJPയിലേക്കെന്ന് പറഞ്ഞ് മധു മുല്ലശ്ശേരിക്കൊപ്പം ഉണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യം. എന്താണ് അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ? SKN വിജയകുമാർ, എന്തായാലും ഇപ്പോൾ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളുടെ മുൻപിലുള്ളൊരു രണ്ട് കൗതുകം. ഒന്ന്, മധു മുല്ലശ്ശേരിയുടെ മകൻ മധു മുല്ലശ്ശേരിക്കൊപ്പം BJPയിലേക്ക് പോകുമോ, ഒപ്പം തന്നെ മറ്റേതെങ്കിലും മംഗലപുരം ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള ഏതെങ്കിലും പാർട്ടിയിലെ നേതാക്കളോ പ്രവർത്തകരോ മധു മുല്ലശ്ശേരിക്കൊപ്പം പോകുമോ എന്നുള്ളതാണ്. ഏറ്റവും അവസാന നിമിഷവും കുറച്ച് പാർട്ടി പ്രവർത്തകർ കൂടി തനിക്കൊപ്പം വരും എന്നൊരു ആത്മവിശ്വാസമാണ് മധു മുല്ലശ്ശേരി നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, മകൻ മധു മുല്ലശ്ശേരിക്കൊപ്പം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തത വന്നു കഴിഞ്ഞു. കാരണം
രാവിലെ മുതൽ തന്നെ മകൻ ഒപ്പം തന്നെ അച്ഛനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ മാധ്യമങ്ങൾക്ക് മുൻപിൽ തൽക്കാലം സംസാരിക്കാനില്ല എന്ന് പറയുമ്പോൾ തന്നെ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഈ BJP അംഗത്വം എടുക്കുകയോ അതല്ലെങ്കിൽ BJP നേതാക്കൾക്കൊപ്പം സംസാരിക്കുകയോ ചെയ്യുമ്പോൾ മകൻ കൂടി ഒപ്പം തന്നെ ഉണ്ടാകും എന്നുള്ള സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് ഈ വീടിനകത്ത് വെച്ച് മധു മുല്ലശ്ശേരിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെയുള്ളവർ ഒപ്പം തന്നെയുണ്ട്. മാത്രമല്ല നിരവധി BJP നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ ഇവിടേക്ക് രാവിലെ മുതൽ തന്നെ എത്തിയിട്ടുണ്ട്. അത് ഒരു ഏകദേശം 30-ലധികം BJP നേതാക്കൾ ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ മുൻ കേന്ദ്രമന്ത്രിയായ V മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തും എന്നുള്ളൊരു സൂചന നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്.